സായൂജ് നമുക്കിപ്പോൾ ഉണ്ട്. മാതൃഭൂമി ദിനപത്രത്തിന്റെ ലേഖനാണ്. സായൂജ്, എന്താണ് സംഭവിച്ചത്? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. അത് പതിറ്റാണ്ടുകൾ പ്രായമുള്ളതാണ്. അപ്പൊ അതിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥര് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു 11 മണിക്ക്. പക്ഷെ ഒരുക്കുന്നതിനിടയിൽ അവർക്ക് ചെറിയ തരത്തിലുള്ള വീഴുന്നതായിട്ട് തോന്നിയപ്പോൾ 11:10 മൊത്തത്തിൽ നിലംപതിക്കുകയായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നടുഭാഗത്തായിട്ട് ഏകദേശം ക്ലോക്ക് ടവറിന്റെ മൊത്തം അവശിഷ്ടങ്ങൾ വീണ് കിടക്കുകയാണ്. ഇനിയും വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് വീണ് മേൽക്കൂരയും ഈ പറഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങളെല്ലാം കൂടെ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. 2:05 പുറപ്പെടുന്ന ട്രെയിൻ ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊരു ഭാഗത്തേക്ക് ട്രെയിനിന്റെ മുകളിലേക്കും കൂടിയാണ് ഇത് വീണിട്ടുള്ളത്. ഇപ്പൊ നിലവില് റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ വൈദ്യുതി കണക്ഷനും വിച്ഛേദിച്ചിട്ടുണ്ട്. ഡീസൽ ചരക്ക് വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു, അത് ഇവിടുന്ന് പോയിട്ടുണ്ട്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ആൾക്കാരോടൊന്ന് പ്രവേശിക്കരുത് എന്നുള്ള നിർദ്ദേശം ഇപ്പൊ നിലവിൽ നൽകിയിട്ടുണ്ട്. ഈ ക്ലോക്ക് ടവർ പരിപൂർണമായി നിലംപൊത്തുകയായിരുന്നു, അതോ അതിന്റെ ഒരു ഭാഗം, ദൃശ്യങ്ങൾ ഒരു ഭാഗം ഇവിടെ നിൽക്കുന്നതായി തോന്നുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ വേണം. അതിനൊപ്പം തന്നെ ബാക്കിയുണ്ട്. പറയണം. ഒരു ഭാഗം അവിടെ ബാക്കിയുണ്ട്, അതിനിയും വീഴാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ ഈ ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് അവിടത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴും മുകളിൽ നിന്നൊരു ഭാഗം നിലംപതിക്കുന്നതായിട്ട് തോന്നിയിട്ട് എല്ലാവരും പുറകോട്ടേക്ക് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇനിയും ഭാഗം അവിടെ ബാക്കിയുണ്ട്, അത് വീഴാൻ സാധ്യതയുണ്ട്. അവിടെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ സായൂജ് പറഞ്ഞിരുന്നല്ലോ. അത് ഈ ബലക്ഷയത്തിന്റെ സാഹചര്യത്തിൽ എത്തിയതാണ്. എന്തിനെത്തിയതാണ്? ബലപ്പെടുത്താൻ എത്തിയതാണോ അതോ ബലപ്പെടുത്താനല്ല, അവർക്ക് ഇതിന് സുരക്ഷാ പ്രശ്നം ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ കയറ് കെട്ടി ആൾക്കാരെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ നടത്താൻ വേണ്ടിയിട്ടാണ് SMR-ഉം റെയിൽവേ പോലീസും അടക്കമുള്ള ആൾക്കാർ എത്തിയത്. അവരത് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 11 മണിക്ക് അവരത് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്കൊരു സംശയം തോന്നിയത്. കാരണം മുകളിൽ നിന്നുള്ള മണ്ണും ഇത് പഴയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചൊരു ബിൽഡിംഗ് ഭാഗമാണ്. അപ്പൊ അത് താഴേക്ക് പതിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. അവരവിടെ നിന്ന് മാറി നിന്നു. അവര് കഷ്ടിച്ച് രക്ഷപ്പെട്ടതെന്നാണെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. നേരത്തെ ഇക്കാര്യം മനസ്സിലായത് കൊണ്ടാണ് പ്ലാറ്റ്ഫോമിൽ ആരും ഇല്ലാതിരുന്നത് അല്ലേ? നേരത്തെ ആളിനെ കയറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല, ഇത് 2:05 പുറപ്പെടേണ്ട ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ നിലവിൽ ഇവിടുന്ന് ഒരു വാഹനം പുറപ്പെടാനില്ല രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആള് കുറവായിരുന്നു. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലും 4-1 നിലവിൽ ട്രെയിൻ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ചരക്ക് വണ്ടിയായിരുന്നു. അതൊരു ഡീസൽ വണ്ടിയാണ്. അതിപ്പോ നിലവിൽ അത് പോയിട്ടുണ്ട്. സായൂജാണ് മാതൃഭൂമി ദിനപത്രത്തിലെ ലേഖൻ. സായൂജാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ അപകട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമായിരുന്നു. അക്കാര്യം അറിയാമായിരുന്നു. പരിശോധിക്കാനായി ഉദ്യോഗസ്ഥർ എത്തിയതാണ്. അതിനിടയിലാണ് ക്ലോക്ക് ടവറിൻ്റെ ഒരു ഭാഗം താഴേക്ക് നിലംപതിച്ചത്. വലിയ അപകടം ഉണ്ടാകേണ്ടിരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്ന വിവരമാണ് പങ്കുവയ്ക്കുന്നത്.